ശ്രീ ആനത്തലവട്ടമാനന്ദൻ, എം എ ബേബിക്ക് ബോധ്യപ്പെട്ടത് വലതുപക്ഷവൽക്കരണത്തിനെതിരെ, വലതുപക്ഷ രാഷ്ട്രീയം ശക്തിയാർജിക്കുന്നതിനെതിരെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ബാക്കി എല്ലാ അഭിപ്രായ ഭിന്നതകളും മറന്ന് ഒന്നിച്ചു നിൽക്കേണ്ട അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നുവെന്നാണ്. ഇത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതാണോ? ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം യോജിച്ചുകൊണ്ട് മുൻപയിലുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ നേരിടണമെന്ന് ശ്രീ ബേബി ഉൾക്കൊള്ളുന്ന പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി, അതുപോലെ തന്നെ പാർട്ടി കോൺഗ്രസ്, 20ാം പാർട്ടി കോൺഗ്രസും എല്ലാം തീരുമാനിച്ചിട്ടുള്ളതാണ്, അഭിപ്രായപ്പെട്ടുള്ളതാണ്. അത് പാർട്ടികൾ തമ്മിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ മറ്റ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടികളോ മാവോയിസ്റ്റ് പാർട്ടികളോ ആ പാർട്ടികളെല്ലാം കൂടെ ലയിക്കാന്നതല്ല, മറിച്ച് യോജിച്ചു നിന്നുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ യോജിച്ചു നിന്നുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണമെന്നാണ്. സഹകരിച്ച് ഐക്യത്തോടെ പ്രവർത്തിക്കണം. അതിന്റെ അർത്ഥം ലയനമല്ല. ഇവിടെ CPIയുടെ തിരുവനന്തപുരം പാർലമെന്റ് സീറ്റ് തോറ്റപ്പോഴത്തേക്ക് CPIയുടെ നേതാവായ സ്നേഹിതൻ ബിനോയ് വിശ്വവും പറയുകയുണ്ടായി, CPM CPIയും കൂടെ ലയിക്കണമെന്ന്. അത് ആ ബിനോയ് വിശ്വത്തിന്റെ പാർട്ടിയുടെ ആ ജനറൽ സെക്രട്ടറി തന്നെ സുധാകർ റാവു എന്നെ പറഞ്ഞു, ഇല്ല, ലയനം നമ്മുടെ അജണ്ടയിൽ ഇപ്പില്ല. ഇന്ന് ശ്രീ പന്നിയൻ രവീന്ദ്രൻ പറയുകയുണ്ടായി, പുനരേകീകരണമാണ്, അല്ല ലയനമല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. പുനരേകീകരണം അവർ തീരുമാനിച്ചതെന്നാണ്. ഈ ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായി, വിശേഷിച്ച് ആഗോളീകരണ നയങ്ങൾക്കെതിരായി യോജിക്കാവുന്നവരൊക്കെ യോജിപ്പിക്കുക പാർട്ടി CPM എടുത്തിട്ടുള്ള ഒരു നിലപാടാണ്. വിവിധ ഗ്രൂപ്പുകളുണ്ട്, മാവോയിസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ വേറെ തീവ്രവാദ നക്സലൈറ്റ് സെറ്റുകളുണ്ട്, വിവിധ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. അവരെല്ലാവരും കൊണ്ട് ലയിച്ച് ഒറ്റ പാർട്ടിയാകാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരുടെയും അവരുടെ മാർഗവും വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ മാർഗമുള്ള പാർട്ടികളെ കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് യോജിക്കുക? അപ്പൊ യോജിപ്പിനെ സംബന്ധിച്ചിടത്തോളം യോജിച്ച് പ്രവർത്തിക്കാൻ, ലയിക്കാൻ സാധിക്കില്ല. അതിൽ ശ്രീ ആനത്തലവട്ടമാനന്ദൻ, അതിൽ CPIയിലെ ബിനോയ് വിശ്വത്തെ പോലുള്ള നേതാക്കളുടെ അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവരുടെ ഭിന്നിപ്പിന് വഴിയൊരുക്കിയ തർക്കങ്ങളുടെ പ്രസക്തി ഈ കാലത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതിനോട് താങ്കൾ രാഷ്ട്രീയമായി യോജിക്കുന്നുണ്ടോ? അല്ല, അതൊക്കെ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്. CPIക്ക് ഒരു സെൻട്രൽ കമ്മിറ്റി ഉണ്ട്, CPMന് ഒരു സെൻട്രൽ കമ്മിറ്റി ഉണ്ട്. ഈ രണ്ട് സെൻട്രൽ കമ്മിറ്റിയും ഈ പറഞ്ഞ സാഹചര്യങ്ങളെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് അവരാണ് ഒരു ധാരണയിലെത്തേണ്ട. അല്ലാതെ ഈ പാർട്ടിയിലുള്ള ഓരോരുത്തരും നടത്തിട്ട് ലയിക്കണമെന്നും ഏകീകരിക്കണമെന്നും ഐക്യം വേണമെന്നും ഒക്കെ പറഞ്ഞാൽ അത് എങ്ങനെയാണ് യാഥാർത്ഥ്യമാവുക? ലയിക്കണമെന്ന്, പാർട്ടികൾ തമ്മിൽ ലയിക്കണമെന്നോ മറ്റ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ വിലയിരുത്തേണ്ടത് ഈ പാർട്ടികളുടെയൊക്കെ സെൻട്രൽ കമ്മിറ്റിയാണ്. ആ സെൻട്രൽ കമ്മിറ്റിയുടെ അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായമാണ് യാഥാർത്ഥ്യമാകാൻ പോകുക. ആ സെൻട്രൽ കമ്മിറ്റികൾ ഇക്കാര്യത്തിൽ സെൻട്രൽ കമ്മിറ്റിയുടെ CPMന്റെ ജനറൽ സെക്രട്ടറിയും CPIയുടെ ജനറൽ സെക്രട്ടറിയും പറയുകയുണ്ടായി, ലയനം ഇപ്പൊ നമ്മുടെ മുമ്പിലില്ല, യോജിച്ച പ്രവർത്തനമാണ്, സഹകരിച്ച പ്രവർത്തനമാണ്, ഐക്യത്തോടുള്ള പ്രവർത്തനമാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത്, അത് കൂടുതൽ ശക്തിപ്പെടുത്തണം എന്ന് രണ്ട് പാർട്ടികളും പറയുന്നു. വ്യത്യസ്തമായ അഭിപ്രായമുള്ള സഹാക്കൾക്ക് അവരവരുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ പറഞ്ഞ് ആ അഭിപ്രായത്തെ അവിടെ പ്രകടിപ്പിച്ച് തീരുമാനമെടുക്കാതെ പരസ്യമായി പറയുന്നതിനെ എങ്ങനെയാണ് അതിനോട് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീമതി ആനി രാജ, CPI നേതൃത്വത്തിന്റെ പ്രതികരണം ഉണ്ടായത് ലയനമല്ല പുനരേകീകരണമാണ് ആവശ്യം, അതാണ് CPI ആഗ്രഹിക്കുന്നതെന്നാണ്. എങ്ങനെയാണ് ലയനത്തെ പുനരേകീകരണത്തിൽ നിന്നും നിങ്ങൾ മാറിക്കാണുന്നത്, വ്യവച്ഛേദിച്ച് കാണുന്നത്? എന്ത് വ്യത്യാസമാണ് ഇതിൽ നിങ്ങൾ കാണുന്നത്? ലയനം, ഗോപികൃഷ്ണ, ഈ ഒരു വിഷയം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിലുണ്ടായ ഒരു ഇന്റർനാഷണൽ ഒരു സാഹചര്യമുണ്ട്, ഒരു ദേശീയ സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങളുടെ ഇന്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ഉണ്ടായ പിളർപ്പിനെ തുടർന്നാണ് അതിനു മുന്നേ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അഭിപ്രായ ഭിന്നത അതിരൂക്ഷമായിരുന്നുവെങ്കിൽ പോലും യോജിച്ച പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടുവന്നിരുന്നത്. പക്ഷേ അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തൊരു പിളർപ്പ് വന്നതിനെ തുടർന്ന് ആ പിളർപ്പ് തീർച്ചയായും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അകത്തേക്ക് വരികയും അങ്ങനെ പിളരുകയും ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഇത് രണ്ട് പാർട്ടികളല്ല, ഒരു പാർട്ടിയിൽ നിന്നും ഒരു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഒരു ഗ്രൂപ്പ് പുറത്തു പോവുകയാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായും ഇതിനൊരു എല്ലാ ഇന്ത്യയിൽ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് സഖാവ് ആനത്തലവട്ടമാനന്ദൻ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പുനരേകീകരണം എന്ന് പറഞ്ഞാൽ അത് വെറും CPI or CPM മാത്രമല്ല, ഈ രാജ്യത്തെ ഒരുപാട് കൊച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. ആ പാർട്ടികളെയൊക്കെ ഒന്നിച്ച് പുനരേകീകരിച്ചുകൊണ്ട് ഒരു ശക്തമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് CPIയുടെ പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ട തീരുമാനം.
അതുകൊണ്ട് തന്നെ തീർച്ചയായും ഞാൻ അതാണ് ആദ്യം തന്നെ സൂചിപ്പിച്ചത്. ഒരു പുനരേകീകരണം എന്ന് CPI പറഞ്ഞപ്പോഴൊക്കെ അതിന് സമയമായിട്ടില്ല, അല്ലെങ്കിൽ അത് അജണ്ടയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തൊരു നിലപാടിൽ നിന്നും മാറിക്കൊണ്ട് ഇന്നൊരു ചർച്ചയ്ക്ക് വഴിവെച്ചു. അത് ലയനമെന്നുള്ള രണ്ട് ബൂർഷ്വാ പാർട്ടികൾ ലയിക്കുന്നത് പോലെ ഒന്നായി തീരും, അതല്ല അതിൻ്റെ അങ്ങനെ ഒരു അഭിപ്രായം വന്നപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച വരുന്നു എന്നുള്ളത് തന്നെ സഖാവ് ആനന്ദ്, വീണ്ടും ഞാൻ പറയാണ്, സഖാവ് ആനത്തലവട്ടം ആനന്ദൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക സാഹചര്യം അത് ഈ ചർച്ചകൾ അനിവാര്യമാക്കി തീർത്തിരിക്കുകയാണ്. അത് ഒരു പക്ഷേ സഖാവ് ബേബിയുടെ ഈ പ്രസ്താവനയോടെ അല്ലെങ്കിൽ സഖാവ് ബിനോയ് വിശ്വത്തിന്റെ ജനയുഗം പത്രത്തിൽ എഴുതിയ ഒരു ആർട്ടിക്കിളിലൂടെ അതൊക്കെ ഇത് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വീണ്ടും ഇത് തീർച്ചയായും ഞാൻ കരുതുന്നു താങ്കൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ചർച്ചയ്ക്ക് ഇത് വഴിവെക്കും എന്നുള്ളതാണ്. ഇവിടെ ഈ പുനരേകീകരണം, ലയനം, ഇതിലുള്ള വ്യത്യാസം അതൊന്നുമല്ല. ഇതിവിടെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിൽ പിളർന്നു. ആ പിളർപ്പിന് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ അതിന്ന് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മേലെ തട്ട് മുതൽ താഴെ തട്ട് വരെയുള്ള എല്ലാ ഘടകങ്ങളിലും ചർച്ച ചെയ്യണം. വിശാലമായി വളരെ വിശദമായ ചർച്ചകൾ ഇതിന് ആവശ്യമാണ്. ആ ഒരു ദിശയിലേക്ക് തീർച്ചയായും ഇത് നീങ്ങണം എന്നുള്ളത് തന്നെയാണ് CPIയുടെ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ച. രാജ, ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പിളർപ്പിന്, അതിന് ഭിന്നതയ്ക്ക് ഇടയാക്കിയ തർക്കങ്ങൾ, ആ സാഹചര്യങ്ങൾ ഇന്ന് നിലനിൽക്കുന്നതാണോ എന്ന കാര്യത്തിൽ ഒരു പുനരാലോചന ആവശ്യമാണ് എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല, ഞങ്ങൾ പാർട്ടി കോൺഗ്രസിൽ ഇത് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞ ഇന്ന് ആ കാരണങ്ങൾ, മഹാഭൂരിപക്ഷം കാരണങ്ങളും ഇന്ന് അപ്രസക്തമാണ്. അതില്ല. ഇന്ത്യയിലെ ബൂർഷ്വാസിയുടെ സ്വഭാവം, ബൂർഷ്വാസിയോടുള്ള നിലപാട്, അതുപോലെ തന്നെ ഇന്ത്യയിലെ മുതലാളിത്തത്തിന്റെ സ്വഭാവം, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പല പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിളർന്നുവെങ്കിലും ഇന്ന് പല രാജ്യങ്ങളിലും ആ പിളർന്ന പാർട്ടികൾ ഒന്നായി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായ ഒരു സാഹചര്യം. അപ്പം അന്താരാഷ്ട്ര തലത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നീക്കങ്ങൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ പിളർപ്പിനാധാരമായ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇന്ന് നിലനിൽക്കുന്നില്ല എന്ന വിലയിരുത്തലാണ് CPI അതിന്റെ വള്ളിക്കുന്ന്. ആലോചിക്കാനും ചർച്ച ചെയ്യാനുമുള്ള ഒരുപാട് വിഷയങ്ങൾ ഇന്ന് MA ബേബിയുടെ വർത്തമാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ആന്തരികമായ ജനാധിപത്യം വേണം. അത് വാക്കിൽ പോരാ, പ്രവൃത്തിയിൽ വേണം. സ്വത്വ രാഷ്ട്രീയത്തെ പാടെ നിരാകരിക്കാൻ കഴിയില്ല. സ്വത്വം എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. നവസാമൂഹിക പ്രസ്ഥാനങ്ങളെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയമായി. വലതുപക്ഷവൽക്കരണത്തിനെതിരെ ഇടതുപക്ഷ പുരോഗമന മതേതര ജനാധിപത്യ സഖ്യം രൂപപ്പെടുകയാണ് വേണ്ടത്. MA ബേബിയെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ച അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൽ തന്നെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളാണോ, കേവലം ഈ പറയുന്ന ഇന്ത്യൻ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറി ചിന്തിക്കാം എന്നതിനപ്പുറമുള്ള മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ ഉണ്ടാകുമോ? MA ബേബിയുടെ വ്യക്തിപരമായ രഹസ്യ അജണ്ടകളെ സംബന്ധിച്ച് ഒന്നും ഞാൻ പറയാൻ ആളല്ല. പക്ഷേ ഇവിടെ MA ബേബി പറയുന്ന ഈ കാര്യങ്ങളിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എത്ര കണ്ട് സത്യസന്ധത അവരുടെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ നിലനിർത്തുന്നുണ്ട് എന്നുള്ള ഇതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. സ്വന്തം പാർട്ടിക്കകത്ത്, ഇപ്പോൾ ഉൾപാർട്ടി ജനാധിപത്യത്തെ പറ്റിയാണല്ലോ പറഞ്ഞത്, സ്വന്തം പാർട്ടിക്കകത്ത് വിയോജിപ്പ് രേഖപ്പെടുത്തിയതിൻ്റെ പേരിൽ ഒരു വ്യത്യസ്തമായ ഇടതുപക്ഷ ഗ്രൂപ്പ് രൂപപ്പെടുത്തിയതിൻ്റെ പേരിൽ ഒരാളെ കൊലപ്പെടുത്തുന്നതിൻ്റെ ആരോപണം ശിരസിലേറ്റി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ബേബിയുടെ പാർട്ടി. ഒരു 1/4 നൂറ്റാണ്ട് കാലം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്ന മറ്റൊരു പാർട്ടിയെ ബേബി തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച ആ സീറ്റിൻ്റെ വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് UDFൽ കൊണ്ടുപോയി എത്തിക്കുക മാത്രമല്ല, ആ പാർട്ടിയുടെ അസ്തിത്വത്തെയും അതിൻ്റെ അഭിമാനത്തെയും പരിഹസിക്കുകയും ആക്രമിക്കുകയും ചെയ്തൊരു പാർട്ടിയാണ് ബേബിയുടെ പാർട്ടി. രണ്ടാമത് CPIയുമായിട്ടുള്ള ആ പാർട്ടിയുടെ ബന്ധം തന്നെ എങ്ങനെയാണ്? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഖമ്മം പോലുള്ള സീറ്റിൽ പോലും ഒരു യോജിപ്പുണ്ടാക്കാൻ കഴിയാത്ത
ആ പാർട്ടിയുടെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് ഇപ്പോൾ ഇടതുപക്ഷ ഐക്യത്തെപ്പറ്റി പറയുന്നത്. അതുമാത്രമല്ല, EMSും AKGയും പി കൃഷ്ണപിള്ളയും ഒക്കെ പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷമെന്ന് കാണുന്നത് ഈ രണ്ടുപേരും പിരിഞ്ഞ ഈ രണ്ട് ആളുകളെ തന്നെയാണോ? ഇവിടെ കാലാകാലമായിട്ട് ചാഞ്ചാട്ടമുണ്ടാവുമെങ്കിലും സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ പാരമ്പര്യവും പൈതൃകവും ഉൾക്കൊണ്ട് നിലനിൽക്കുന്ന ദേശീയ തലത്തിലുള്ള പാർട്ടികൾ ഇടതുപക്ഷ പാർട്ടികളായിട്ടാണ് മാർക്സിസ്റ്റുകാർ കാണുന്നത്. ആ പാർട്ടികളെ പരമപുച്ഛത്തോടുകൂടി തങ്ങൾക്ക് മേധാവിത്വമുള്ള ഒരു മുന്നണിയിൽ നിന്ന് പുറത്താക്കിയ ഒരു പാർട്ടിയുടെ ആൾ ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ ഇതൊക്കെ കേൾക്കാൻ സുന്ദരമാണ്, നമുക്ക് ചർച്ച ചെയ്യാൻ സുന്ദരമാണ്. അതേ പാർട്ടിയുടെ ആളുകൾ നമ്മളുടെ ഈ എറണാകുളത്തെ പരിസരങ്ങളിൽ ചെങ്കൊടി ഏന്തി പാർട്ടി ഓഫീസിലേക്ക് ജാഥ നടത്തി രാജിക്കത്ത് സമർപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇന്നുണ്ട്. ആ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ തകർന്നിരിക്കുന്നു എന്ന് പറയുന്നു. യുവാക്കളും അതുപോലെ തന്നെ വർഗ ബഹുജന സംഘടനയിലുമുള്ളവർ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യുന്നില്ല, ഈ രാഷ്ട്രീയത്തിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിന് ഇടയാക്കിയിട്ടുള്ള ഇടതുപക്ഷത്തെ ഇത്തരമൊരു വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിട്ടുള്ള അതിൽ CPIMനുള്ള പങ്കെന്താണ്, മറ്റു പാർട്ടികൾക്കുള്ള പങ്ക് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളിങ്ങനെ വൈകാരികമായി ഉപരിപ്ലവമായി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ CPI ഇത്രയൊക്കെ പറയുന്ന CPI, പുനരേകീകരണത്തിന് വേണ്ടി പറയുന്ന CPI, അതിൻ്റെ ഒരു രാഷ്ട്രീയ വിഷയം കൈകാര്യം ചെയ്തിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പാർട്ടിക്കകത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ കാണുകയാണ്. അങ്ങനെ ഇവിടെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട് നിൽക്കുന്ന ഈ പാർട്ടികൾ മറ്റുള്ള ഇടതുപക്ഷ പാർട്ടികളെ കൂടി സഹകരിപ്പിച്ച് പുനരേകീകരണം എന്ന് വിളിച്ചാലും ലയനം എന്ന് വിളിച്ചാലും പ്രയോഗ തലത്തിൽ ഇത് നടക്കുമോ നമ്മുടെ രാജ്യത്ത് എന്ന് ആരെങ്കിലും തിരിച്ചു വരാൻ താങ്കളിലേക്ക്? ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കേരളത്തിലെ മാർക്സിസ്റ്റ് സംവാദങ്ങളിൽ കത്തിക്കയറി നിന്ന വിഷയമാണ് സ്വത്ത് രാഷ്ട്രീയം. സ്വത്ത് രാഷ്ട്രീയത്തിൽ CPIMന്റെ നിലപാടുണ്ട്. അപ്പോഴാണ് MA ബേബി പറയുന്നത് സ്വത്വം എന്ന യാഥാർത്ഥ്യത്തെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല, അതിനെ മുഖവിലക്കെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളിലുള്ള ആന്തരികമായ ജനാധിപത്യം അത് വാക്കിൽ പോരാ, പ്രവൃത്തിയിൽ വേണമെന്ന്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഇവിടെ ഈ നടക്കുന്ന ചർച്ചയില് CPMനകത്തോ ഏതെങ്കിലും അല്ലെങ്കിൽ CPIക്കകത്തോ ഏതെങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് CPMനെ വിമർശിക്കാൻ നടക്കുന്നത്. ഈ പാർട്ടി ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടികൾക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. ഇന്ന് രാജ്യത്തെ ആഗോളീകരണ നയങ്ങൾ നടപ്പാക്കുന്ന സാമ്രാജ്യത്വ നയങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുന്ന ഇന്ത്യൻ ഭരണാധികാരത്തെയും ഭരണകൂടത്തെയും ജനങ്ങൾ കൂടുതൽ പാപ്പരാക്കുകയും ഒരു പിടി ധനികവർഗം സമ്പന്നാകുകയും ചെയ്യുന്ന ആ നയത്തിനെതിരായ പോരാട്ടം, ആ നയത്തിനെതിരായ സമീപനം CPIയെ സംബന്ധിച്ചിടത്തോളം CPMനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടികൾ ഒരേ സ്വഭാവത്തിലാണ് പ്രതികരിക്കുന്നതെങ്കിൽ അതിനെ കാണാതെ ആ പാർട്ടികൾക്കകത്ത് ഏതെങ്കിലും ഒരു സഖാവ് പറഞ്ഞതോ അതിൽ തമ്മിലുള്ള പോലെ ഏത് പാർട്ടിയിലാണ് അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാത്തത്? അതല്ലല്ലോ ഇവിടുത്തെ മുഖ്യ പ്രശ്നം. ഈ ഗവൺമെന്റ് ജനദ്രോഹ നയങ്ങളെ, സാമ്പത്തിക നയങ്ങളെ, ആഗോളീകരണ നയങ്ങളെ എതിർക്കുന്നതിന് ഈ പാർട്ടികൾ ഉണ്ടോ? അതിൽ ഈ ഇടതുപക്ഷങ്ങളെ ആകെ സഹകരിപ്പിച്ചുകൊണ്ട് ഈ വെല്ലുവിളിയെ നേരിടാൻ സാധിക്കുമോ? ഇതല്ലേ ഹൈലൈറ്റ് ചെയ്യേണ്ടുന്ന പ്രശ്നം. ഇതിൽ CPMന് ഈ സാമ്രാജ്യത്വ നയങ്ങളെയും ആഗോളീകരണ നയങ്ങളെയും എതിർക്കുന്നതിൽ വല്ല പാളിച്ചയും പറ്റിയിട്ടുണ്ടോ? അവരതിനകത്ത് ഒരു തെറ്റായ സമീപനം സ്വീകരിക്കുന്നുണ്ടോ? CPI എടുക്കുന്നുണ്ടോ? ഈ നയങ്ങളെ എതിർക്കുന്നതിന് യോജിക്കാവുന്ന ഇടതുപക്ഷ പാർട്ടികൾ ഏതൊക്കെ ഉണ്ടോ അവരൊക്കെ യോജിച്ച് ഈ നയങ്ങളെ എതിർക്കാനുള്ള പ്രക്ഷോഭ സമരങ്ങളിൽ അണിനിരക്കണമെന്നുള്ളതാണ് എടുത്തിട്ടുള്ള സമീപനം. ഈ നയങ്ങൾക്കെതിരായ നിലപാടാണ് പ്രധാനം. അല്ലാതെ അതിനകത്ത് ആരെങ്കിലും ഒരുപോലെ സ്വത്വമുണ്ടോ ഇല്ലേ, സ്വത്വമുണ്ടെന്നുള്ളതും ഇല്ല എന്നുള്ളതിനും ചർച്ച ചെയ്യുന്ന അല്ല ഇവിടെ പ്രധാന വിഷയം. അതേപോലെ തന്നെ ഇവിടെ ഈ പാർട്ടിയുടെ അകത്ത് ഏതെങ്കിലും ഒരാള് പാർട്ടിയും മറ്റുള്ള ആൾക്കാരുമായി സംഘടന നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. ഈ പൊതു കാഴ്ചപ്പാടിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് പാർട്ടികളെ